ഹായ്, ഇത് ഞാൻ എം രാമകൃഷ്ണൻ കോട്ടായി. ഇതെൻ്റെ ഒരു കുറ്റിപ്പയർ കൃഷി രീതിയാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. എന്താ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ബെഡെടുത്ത് 2 പയർ ചെടി നടും. 3 അടി അകലത്തിൽ 3 അടി അകലത്തിൽ നട്ട് അതിന് ഇതുപോലെ ആ ചെടിയെ വളരുമ്പോഴേക്കും ഇതുപോലെ കാല് കൊടുത്ത് ഒരു സ്റ്റേ വലിച്ച് കെട്ടി, എന്നിട്ട് ഇതുപോലെ ഞെടി കൊടുക്കണം. ഞെടി കൊടുത്ത് നമ്മൾ ഈ ചാക്ക് നൂല് കൊണ്ട് ഇങ്ങനെ, അതായത് ഇത് വള്ളി പടരാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ കൂടെ വള്ളി കയറാൻ വേണ്ടിയിട്ടാണ് ചാക്ക് നൂല് കൊണ്ട് കെട്ടി. ഇത് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ചാക്ക് നൂല് പശുവുള്ളവർ വയക്കോൽ ചുരുട്ടുമ്പോൾ വയക്കോലിൽ നിന്ന് കിട്ടുന്ന ചൂടിയുണ്ട്. ഇതിനെടുത്ത് നമ്മൾ ഇത് എത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം ആദ്യം ഇട്ട് ഇങ്ങനെ മടക്കി വെച്ച് അതിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് ഇത്രയ്ക്ക് മതി, ഇങ്ങനെ തൂങ്ങാൻ മതി. ചൂടിൽ ഈ ചൂടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 2 വയർ കൊടുത്തിട്ടുണ്ട്. 12 വയറാണ്. ഇങ്ങനെ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതിലേക്ക് വള്ളി കയറും. ഇതിപ്പോൾ കുറ്റിപ്പയറാണ്, സാധാരണ നിലത്താണ് കുറ്റിപ്പയർ ഉണ്ടാക്കുക. അതേമാതിരി ബെഡിൽ ഇതിലെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, വള്ളി കയറി ഇതിൽ പയർ തൂങ്ങി ഉണ്ടാകുമ്പോൾ ആ പയറിന് ക്വാളിറ്റി കൂടും, ഭംഗി കൂടും. ഒന്ന്, രണ്ടാമത് സാധാരണ എന്ന് വെച്ചിട്ട് 1 ഇഞ്ച് നീളം കൂടും. കാരണം ഇത് പയർ തൂങ്ങിയിട്ടല്ലേ കിടക്കുന്നത്. പിന്നെ നമുക്കിത് വിളവെടുക്കാൻ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ഒരുപാട് കുമ്പിട്ട് വലിക്കേണ്ട, കുമ്പിട്ട് നമുക്കിങ്ങനെ ഇതിനെ വിളവെടുക്കാൻ ഇത്തിരി കുറച്ച് ഈസിയാണ്. വിളവ് നമ്മൾ സാധാരണ കിട്ടുന്നത് വെച്ച് കൂടുതൽ കിട്ടും. പക്ഷേ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്, ഇത് പണിയാണ്. ഞാനിപ്പോൾ ഒരു 6:15 ഫീൽഡിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം എത്ര 8-9 മണി ആയിട്ടുണ്ടാവും തോന്നണം. ഞാനിപ്പോൾ ഇത് 3 ബെഡാണ് ഇപ്പോൾ ഇത് കെട്ടി കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു ദിവസം നമുക്കൊരു 15 സെൻറ്റ് സ്ഥലത്തിൽ ഇതേമാതിരി ചൂടി കെട്ടാൻ പറ്റും. ഒരു 15 സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ പണിയെടുക്കണമെങ്കിൽ ശരിക്ക് നമ്മൾ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ മാത്രം റെസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ റെസ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്കിതൊരു 15 ദിവസം കൊണ്ട് ഈ പണി ചെയ്യാം.